ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തികച്ചും വ്യത്യസ്തമായ ഒരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹം. ഇത് ജിത്തു പെൻസിലിൻ്റെ ലെഡ് വെച്ചിട്ട് മൈക്രോ ആർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളെന്ന്. ജിത്തു പറയും. ഹായ്, ഞാൻ ജിത്തു. സിജോ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു മൈക്രോ ആർട്ട് ചെയ്യുന്നുണ്ട്. പെൻസിലിൻ്റെ ലെഡിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടനവധി മൈക്രോ ആർട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഈ അരിമണിയിൽ പേരെഴുതുന്നത്, അങ്ങനെ കുറേ വ്യത്യസ്തമായ കാര്യങ്ങൾ. ഞാനിപ്പോൾ ചെയ്യുന്നത് പെൻസിലിൻ്റെ ലെഡിൽ മൈക്രോ ആർട്ട് ചെയ്യുന്നതാണ്. ഇത് ഞാൻ തുടങ്ങാനുണ്ടായൊരു കാരണം എനിക്കൊരു ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സിയാണ്, അവളെനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. അവൾ തൃശ്ശൂരിൽ നിന്ന് അയച്ചു തന്നെ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഗേൾ ഫ്രണ്ട് ആണോ അതോ? ഗേൾ ഫ്രണ്ട് എന്നല്ല, എൻ്റെ ഫ്രണ്ടാണ്. അവൾ തന്നൊരു ഇതെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് തോന്നി. അങ്ങനെ തുടങ്ങി. അതിലൊരു ഇൻസ്റ്റഗ്രാം പേജും തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഓർഡറുകളും ഒരാഴ്ചയിൽ എങ്ങനെയാണെങ്കിലും ഒരു 10 ഓർഡറുകൾ ആഴ്ചയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് തന്നെ നല്ലൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും സ്വയം ഒരു വരുമാനം ഉണ്ടാക്കുക തന്നെയാണ് ഇതിന്ന് ഞാൻ ഉന്നം വെച്ചൊരു കാര്യം. ജിത്തു എങ്ങനെയാണ് ഫാമിലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെ കട്ട സപ്പോർട്ടാണോ അതോ അവർ? ഫാമിലി തുടങ്ങിയപ്പോഴും ഇപ്പോഴും അതേ സപ്പോർട്ട് തന്നെയാണ്. നിന്നെ കൊണ്ട് സാധിക്കും, നീ ചെയ്യ്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ലെഡ് പൊട്ടലാണ് ഇതിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ളൊരു കാര്യം. ഒരെണ്ണം ചെയ്യണമെങ്കിൽ ഒരു 2 പെൻസിലെങ്കിലും മിനിമം വേണമല്ലേ. പിന്നെ ക്ഷമ വേണം. അത് രണ്ടും ഇല്ലാണ്ട് ഒരു കാര്യം ഇത് നടക്കൂല. അത്യാവശ്യം പൈസ ഒക്കെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ആക്കി എടുത്തേക്കാണ് ജിത്തു. അപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു വരുമാനമാണ്. വീട്ടുകാർക്കും അതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. കൂളായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ജിത്തു നമുക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ജിത്തുവിൻ്റെ വീട്ടിൽ പോയിട്ട് വർക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിത്തുവിൻ്റെ വർക്ക്ഷോപ്പ്. G2 വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്യാഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ലെഡ് ചെയ്തിട്ട് മൈക്രോ ആർട്ടൊക്കെ വേണമെങ്കിൽ ജിത്തുവിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോകാനേ. അപ്പോൾ ജിത്തു, നമുക്ക് ഈ മൈക്രോ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത്? അപ്പോൾ ഓരോന്നിൻ്റെ പേര് ഓരോന്നോരോന്നായിട്ട് പറയുമോ? ഫസ്റ്റ് നമുക്ക് വേണ്ട പെൻസിലാണ്. ഞാനിപ്പോൾ 10B 9B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു തെർമോക്കോൾ കട്ടർ, ആ പെൻസിലിൻ്റെ ലെഡ് എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ പുറത്തുള്ള സ്കിന്ന് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സർജിക്കൽ ബ്ലേഡാണ്, ചെറുത്. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് അതിന് ആവശ്യമായ ഒരു ബോട്ടിൽ, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് പോലും കഴിക്കേണ്ടിയിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ജിത്തു വർക്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം യാദൃശ്ചികമായിട്ട് കണ്ടതാണ് ഇത്. കണ്ടോ, ജിത്തുവിൻ്റെ അലമാരി എന്നത് ഹരിയാനയ്ക്കുള്ള ഒരു പാക്കറ്റ്. ഹരിയാനയ്ക്ക് ഇത് ഓർഡർ വന്നതാണ്. ഇത് മൈക്രോ ആർട്ട് ചെയ്തത് ഹരിയാനയ്ക്ക് ചെയ്താണിത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പാക്ക് ചെയ്യട്ടെ. നമുക്ക് എന്തായാലും ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ ജിത്തു നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. അത് നമ്മുടെ വർക്ക്. അപ്പോൾ ഇത് നമുക്ക് ഹരിയാനയ്ക്ക് വരെ ഓർഡർ പോകുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിത്തുവിനെ വിളിച്ച് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.